നിങ്ങൾ ഷവർമ്മ തിന്നാലും കരൾ കുടുങ്ങും, കള്ള് കുടിച്ചാൽ കരൾ കുടുങ്ങി മരിക്കും. അങ്ങനെ ഓരോ സാധനം തിന്നുമ്പോൾ കരൾ പറയും പഠിച്ചവനെ തിന്നരുത് പ്ലീസ്. അങ്ങനെയാണ് വോമിറ്റിംഗ് എല്ലാം വരും. ആദ്യമെല്ലാം തിന്നുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലേ, അതും വേണ്ടാത്ത സാധനം തിന്നുമ്പോൾ ഛർദ്ദി വരും. കരൾ പറയുന്നത് അടങ്ങാറാക്കല്ല. പിന്നെ നിങ്ങളിങ്ങനെ കുത്തിക്കയറ്റുമ്പോൾ കരളിനത് സെൻസ് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോഴാണ് വീണ്ടും തിന്നാൻ പറ്റുന്നത്. അങ്ങനെ ഈ കരൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി വർക്ക് ചെയ്തിട്ട് 1 മണിക്ക് എന്ത് വർക്ക് ചെയ്യണം, കരൾ വർക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങളെ മക്കൾ മൊബൈൽ ഫോണും തുറന്നു വെച്ചിട്ട് ഉറങ്ങാതിരിക്കുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി വർക്ക് ചെയ്യില്ല. പിറ്റ്യൂട്ടറി ഗ്രന്ഥി വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ തുടർന്ന് കരളും വർക്ക് ചെയ്യില്ല. അങ്ങനെ കരളും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും വർക്ക് ചെയ്യാത്ത സമയത്ത് മനുഷ്യന്റെ ശരീരത്തിൽ വിഷാംശങ്ങൾ ഇങ്ങനെ തങ്ങി നിൽക്കുകയും കരളിന് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കരൾ തകർന്നു പോവുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നതല്ല, മെഡിക്കൽ വിഭാഗം പറയുന്നു. അപ്പൊ നിങ്ങളെ മക്കൾ രാത്രി ഉറക്കൊയ്യുന്നുണ്ടോ നോക്കണ്ട, നിങ്ങൾ നോക്കിയിട്ടുണ്ടാ? അവിടെയാണ് വിഷയം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മക്കളെ കൃത്യമായി നിയന്ത്രിക്കാൻ. അവിടെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. അപ്പൊ മദ്യമല്ല വിഷയം, നമ്മുടെ നിയന്ത്രണമില്ലാത്ത കുത്തഴിഞ്ഞ ഒരു സംസ്കാരമാണ് ഇവിടുത്തെ വിഷയം എന്ന് ഞാൻ പറയും.